ഒരു കാലത്ത് ഇന്ത്യയിൽ പത്രപ്രവർത്തന രംഗത്ത് മുടിചൂടാമന്നായി നിന്ന വ്യക്തിയാണ് എം.ജെ. അക്ബർ. അദ്ദേഹം നെഹ്റുവിൻ്റെ ആരാധകനായിരുന്നു, രാജീവ് ഗാന്ധിയുടെ ആശ്രിതനായിരുന്നു, മോദിയുടെ വിനീത വിധേയനായി. എന്നാൽ മീറ്റുവിൽ എല്ലാം തകിടം മറന്നു. കൽക്കട്ടക്കാരനായ അക്ബറിൻ്റെ മുത്തച്ഛൻ ഒരു ഹിന്ദു ആയിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ വർഗീയ ലഹളയുണ്ടായ കാലത്ത് ബന്ധുക്കൾ നഷ്ടപ്പെട്ടതോടുകൂടി അക്ബർ ഒരു മുസ്ലിം കുടുംബത്തിലാണ് വളർന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനായ പ്രയാഗ് എന്ന വ്യക്തിയും മുസ്ലിം മതം സ്വീകരിച്ചു. എന്നാൽ അദ്ദേഹം പത്രമേഖലയ്ക്ക് നൽകിയ വലിയൊരു സംഭാവനയുണ്ട്. ഇലസ്ട്രേറ്റ് വീക്കിലാണ് അദ്ദേഹം ആദ്യമായി പത്രപ്രവർത്തന മേഖലയിലേക്ക് കടക്കുന്നത്. ഖുഷ്വന്ത് സിംഗ് എന്ന അധികായന്റെ കീഴിൽ തുടങ്ങിയെങ്കിലും അവർ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അദ്ദേഹം പുറത്തുപോയി. പിന്നീട് ആനന്ദ് ബസാർ പത്രികയുടെ ഉടമകൾ സൺഡേ എന്നൊരു പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോൾ അതിൻ്റെ പത്രാധിപരായി തിരഞ്ഞെടുത്തത് അക്ബറിനെയായിരുന്നു. അക്ബർ മാസിക തുടങ്ങിയപ്പോൾ ആദ്യ ലക്കത്തിൽ തന്നെ ഖുഷ്വന്ത് സിംഗിന്റെ ഒരു കോളം, എല്ലാവരോടും പകയോടെ എന്ന അതിവിശിഷ്ടമായ കോളം അതിൽ തുടങ്ങി. അപ്പോൾ അക്ബറിന്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങൾ വലിയ അഭിപ്രായ വ്യത്യാസത്തിൽ പിരിഞ്ഞു പോയതല്ലേ, പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന്റെ കോളം നിങ്ങൾ നിങ്ങളുടെ വീക്കിലിയിൽ തുടങ്ങുന്നത്? അക്ബർ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഖുഷ്വന്ത് സിംഗുമായി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിപ്പോഴുമുണ്ട്. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ എൻ്റെ വായനക്കാർ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വലിയ മനുഷ്യന്റെ കോളം വായിക്കാൻ ഇടയാകാതെ പോകുന്നത് വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കോളം ഞാൻ കൊടുത്തതും അത് ആളുകൾ നന്നായി ഇഷ്ടപ്പെടുകയും വായിക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ മാതൃകയാണ്.